ഷിൻരാജാണ് ആലുവയിൽ നിന്നും. ശ്രീ ഷിൻരാജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ 9 ദിവസം കൊണ്ട് 9 ദിവസത്തിനിടയിൽ ഉണ്ടായത് ആകെ ഈ പത്മ അവാർഡ് പ്രഖ്യാപനം മാത്രമാണ്, അല്ലാതെ മറ്റു കാരണങ്ങളൊന്നും പുറമേക്ക് നമുക്കറിയില്ല. എന്തുകൊണ്ടാവും ഈ സഖ്യം തകർന്നത്? എനിക്ക് പറയാനുള്ളത് ഈ അവാർഡൊന്നും അല്ല പ്രശ്നം. ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഈ സമുദായ സംഘടനകൾ പറയുന്ന മാതിരിയല്ല കേരളത്തിൽ ആര് വോട്ട് ചെയ്യുന്നുള്ള. ആദ്യം എല്ലാവരും, പ്രത്യേകിച്ച് ഈ വാർത്താ മാധ്യമങ്ങളാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഈ വാർത്താ മാധ്യമങ്ങൾ അങ്ങനെ കേരളത്തിൽ ഈ സമുദായ സംഘടനകൾ പറഞ്ഞിട്ടാണ് ആ ജാതിയിൽപ്പെട്ട ആളുകളോ സമുദായത്തിൽപ്പെട്ട ആളുകളോ വോട്ട് ചെയ്യുന്നത് വാർത്താ മാധ്യമങ്ങളൊന്നും പറയുന്നില്ല. ഇതിന് പബ്ലിസിറ്റി കൊടുക്കണ മാധ്യമങ്ങളാണ്. അപ്പൊ അത് കേരളത്തിലെ ഒരു പ്രബല രണ്ട് പ്രബല സമുദായങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത് നമുക്ക് പറഞ്ഞാൽ, വെള്ളാപ്പള്ളിയുടെ പിൻഗാമിയായിരുന്ന ആർ ശങ്കർ എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഈ കേരളത്തില്. ഈ കേരള ജനതയെല്ലാം ഒന്നായിട്ട് കണ്ടൊരു മുഖ്യമന്ത്രി ആയിരുന്നു. ആ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ വെള്ളാപ്പള്ളിനായിട്ട് എന്തെങ്കിലും രീതിയിൽ താരതമ്യപ്പെടുത്താൻ പറ്റുമോ? അതൊന്ന്. ഈ SNDP-യുടെ ലക്ഷ്യവും NSSന്റെ ലക്ഷ്യവും രണ്ടും രണ്ട് ധ്രുവത്തിലാണ്. എങ്ങനെ ഒരുമിച്ച് പോണത്? കേരളത്തിൽ തന്നെ രണ്ട് പക്ഷത്താന്ന് പറയുന്ന BJP ഇടതുപക്ഷവും, മകൻ BJP NDA-യിൽ നിൽക്കണു, അച്ഛൻ ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കണു. എന്നിട്ട് മകനെ ഈ ഒരു ബന്ധവുമില്ല എന്ന് പറയുന്ന NDA പറ്റി ആളെയാണോ ചർച്ചയ്ക്ക് വരുന്ന സുകുമാരൻ നായർ എടുക്കുക? മനുഷ്യനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? മനുഷ്യന് പത്രങ്ങൾ വായിക്കണതും എല്ലാ ചാനലുകളും കണ്ടുകൊണ്ടിരിക്കണതല്ലേ? ഇന്ന് വരെ വെള്ളാപ്പള്ളിക്ക് ഇപ്പൊ ഈ സംഭവങ്ങൾ എല്ലാം ഉണ്ടായിട്ട് ഇയാൾക്ക് മറുപടി പറയാക്കും. ഇയാൾ വാ തുറന്നിങ്ങനെ തോന്നിയാസം ഒരു 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 മാന്യതയില്ലാത്ത വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കൊന്ന് വാ തുറക്കാൻ പാടില്ലാതെ ഇപ്പോൾ എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? പക്ഷെ ഈ വിഷയത്തിൽ പിൻവാങ്ങിയത് വെള്ളാപ്പള്ളി അല്ലല്ലോ, പിൻവാങ്ങിയത് സുകുമാരൻ നായരല്ലേ? പരസ്യമായൊരു വാക്ക് പറഞ്ഞ് അതിൽ നിന്ന് മലക്കം പറഞ്ഞ് ഇന്ന് പിൻവാങ്ങിയത് സുകുമാരൻ നായരല്ലേ? ആ സുകുമാരൻ നായരുടെ പിൻഗാമികൾ വഹിച്ചിരുന്ന സ്ഥാനത്തിരുന്നോണ്ട് അയാളൊരു അർത്ഥം പിടിച്ചു പറഞ്ഞു. അതോടുകൂടി അയാൾ ഇറങ്ങേറായി. പിന്നെ അയാളെ വെളിവുള്ള ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വഴിച്ച് കാര്യങ്ങൾ അയാളെങ്ങനെയെങ്കിലും ക്ഷമ ചോദിച്ച് ഊരിപ്പോയി അതിൻ്റെ അകത്തുനിന്ന്. അവരുടെ മുൻപുള്ള കാര്യങ്ങൾ മുതൽ സമദൂരമാണ്. ആ സമദൂരത്തിൽ മാറ്റം വരാൻ പാടില്ലല്ലോ. ഈ വെളിവില്ലാത്ത വെള്ളാപ്പള്ളി പറഞ്ഞൊന്നും പറഞ്ഞ വെള്ളാപ്പള്ളി വർത്താനം പറയണേന് എന്തെങ്കിലും ഇതുണ്ടോ? എന്താ പറയണെന്ന് അയക്കഴിഞ്ഞ അറിയാമോ? അല്ല, അതല്ലല്ലോ ഇവിടെ വിഷയം. വെള്ളാപ്പള്ളി പറഞ്ഞതും വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും രണ്ടുപേരും പരസ്യമായി മാധ്യമങ്ങളോടാണ് പറഞ്ഞത് ഇത് ഐക്യത്തിലേക്ക് പോവുകയാണ്. അതിൽ നിന്ന് പിൻവാങ്ങിയത്, നിലപാടിൽ നിന്ന് മലക്കം പറഞ്ഞത് വെള്ളാപ്പള്ളിയല്ല, മലക്കം പറഞ്ഞത് ഇപ്പോൾ സുകുമാരൻ നായരാണ്. അതാണ് സുകുമാരൻ നായർക്ക് ഒരു അബദ്ധം പറ്റി. സുകുമാരൻ നായരുടെ പിൻഗാമികൾക്ക് പറ്റാത്തൊരർത്ഥം സുകുമാരൻ നായർക്ക് പറ്റി. പിൻഗാമികൾക്കല്ല, മുൻഗാമികൾക്കെന്ന്. ആ മുൻഗാമികൾക്ക് മുൻഗാമികളുമൊക്കെ പല ഘട്ടത്തിലും രാഷ്ട്രീയമായി അത്തരം യോജിപ്പുകളൊക്കെ ഉണ്ടാക്കുകയും പല വലിയ സമരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ക്വാളിറ്റി സുകുമാരൻ നായർക്ക് ഒരു ചെറിയ കെണി പറ്റി. അയാളത് മനസ്സിലാക്കി. വിവരമുള്ള ആൾക്കാർ അയാളോട് പറഞ്ഞു കൊടുത്തു. അയാൾ മനസ്സിലാക്കി. അയാൾ ഇപ്പൊ പറയണു സമദൂരം എന്ന് പറയണു. അല്ലെങ്കിൽ ഈ ആള് പറയണ മാതിരി, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞ മാതിരിയാണ് ആളുകൾ വോട്ട് ചെയ്യണേ. ശരി, ഓക്കെ. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ രണ്ട് പ്രധാനപ്പെട്ട സമുദായങ്ങളെ നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ വർഷങ്ങളായി ദീർഘകാലമായി തന്നെ അതിൻ്റെ തലപ്പത്ത് സർവ അധികാരികളായി വാഴുന്ന രണ്ടുപേർ, അവർ രണ്ടുപേരും കൂടി പ്രഖ്യാപിച്ച ഐക്യമാണ് പൊളിഞ്ഞിരിക്കുന്നത്. സാറേ നമസ്കാരം. നമസ്കാരം. ഈ രണ്ട് സമുദായങ്ങളെ ഈ ഒരു 6-7 മാസമായിട്ട് ഇവിടെ വെള്ളാപ്പള്ളി നടേശനും NSSും കൂടെ NSനെ കൂടെ ഇന്ന് വലിച്ചിറച്ചി കൊണ്ടുവന്ന് ആ കപ്പാടെ നാറ്റിക്കുളവാക്കിയില്ലേ? ഇപ്പം മുമ്പേ ഒരു കർഷകൻ പറഞ്ഞ പോലെ അച്ഛൻ ഇടതുപക്ഷം നയിക്കുന്നു, മകൻ BJP നയിക്കുന്നു. ഈ ഒരു തർക്കമാണ് NSൽ ഈ ഡയറക്ടർ ബോർഡ് എടുത്തൂരെ ചവിട്ടി വധിച്ചത് അറബിക്കടലിൽ കൊണ്ട് തള്ളിയത്. ഇതൊന്നും ഇവിടെ നടക്കാൻ പറ്റും. ഇതിന്റെ മുന്നിൽ കളിച്ചതെല്ലാം ഈ ഇപ്പോഴത്തെ ഭരണപക്ഷമാണ്. അവർ ഭരിച്ച് മൂടിച്ച് ആകെപ്പാടെ നാശകരക്കാരായിട്ട് ജനങ്ങളെല്ലാം ഇല്ലാതാക്കിയിട്ടേ ഇപ്പം വന്നേ ഉള്ളൂ. അങ്ങനെ മുടിച്ച് തേച്ച് കഴിയിട്ടേക്കുന്ന ഈ ഭരണകൂടം ചെയ്തൊരു വേലയാണ് ഈ രണ്ട് പ്രബുദ്ധരായ രണ്ട് സമുദായത്തിനായിട്ട് തമ്മിലടിപ്പിച്ച് ഇല്ലാതാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കൾ ഈ രാഷ്ട്രീയമൊക്കെ അങ്ങനെ പരിശോധിക്കുന്ന ആളാണല്ലോ. 9 ദിവസമേ ആയുള്ളൂ
ഈ ഐക്യം പ്രഖ്യാപിച്ചിട്ട്? ഇന്നലെ ഒരു പത്മ പ്രഖ്യാപിച്ചു, ഇന്നിപ്പോൾ ഐക്യം പൊളിഞ്ഞു. എന്താവും കാരണം? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.